നമ്മൾ ഒത്തിരി നാട്ടു ചികിത്സ വൈദ്യചികിത്സ കണ്ടുകൊണ്ടായിരിക്കും. പക്ഷേ ഇതെൻ്റെ അനുഭവത്തിൽ എൻ്റെ അച്ഛൻ ഞാൻ കൊണ്ടുപോയി. അച്ഛൻ്റെ 9 വർഷം മുമ്പേ അച്ഛൻ വന്ന് വീണ് അച്ഛൻ നട്ടു ചില പ്രശ്നമുണ്ടായി കേട്ടോ. അച്ഛന് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, കാരണം കുഞ്ഞൊന്നും പണിയാനൊന്നും അച്ഛനൊന്നും സാധിക്കത്തില്ല. അപ്പോൾ 9 വർഷത്തെ അച്ഛൻ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അതെല്ലാം വന്നിട്ട് ഇപ്പം ഇവിടെ വന്ന് ചവിട്ടി തിരുമ്മി ശരിയാക്കി സിദ്ധ വൈദ്യത്തിലുള്ള ഇത്രയും സംഭവം ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. പണ്ട് ഈ ഒരു ചികിത്സ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ പറയപ്പെടുന്ന പിന്നെ രാജാക്കന്മാരെ കാട്ടത്തുള്ള സിദ്ധമർമ്മ ചികിത്സ മാത്രമാണ് പണ്ടുള്ള കാലത്തുണ്ടായിരുന്നത്. അതിനുശേഷമാണ് പിന്നെ വന്നത് ആയുർവേദം വന്നത്. ആയുർവേദം വന്നിട്ട് 110 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം അലോപ്പതി വന്നു, 80 വർഷമായി. അത് കഴിഞ്ഞ് ഹോമിയോ വന്നു, 65 വർഷം കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ചികിത്സ, പ്രകൃതി ചികിത്സ പഴയ കാലങ്ങളിലും ഉണ്ട്. അങ്ങനെയുള്ള ചികിത്സകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പല ഭാഗങ്ങളിൽ നിന്നുമാണ്, ഓരോ സ്ഥലത്തു നിന്നും. പിന്നെ തൃശ്ശൂരിൽ നിന്നും വരുന്നുണ്ട്, ആലപ്പുഴ ഭാഗത്തു നിന്നും വരുന്നുണ്ട്, പിന്നെ അത് പോയിട്ട് മാവേലിക്കരയിൽ നിന്നും ഈ വരുന്നുണ്ട്, പിന്നെ അത് പോയിട്ട് നമ്മുടെ കുറ്റിച്ചൽ ആ ഭാഗത്തു നിന്നും മരുന്ന് വരുന്നുണ്ട്, നാഗർകോവിലിൽ നിന്നും നമുക്ക് കിട്ടുന്നു. ഓരോ സ്ഥലത്തു നിന്നും ഓരോ നിലയിലുള്ള ഇതാണ് വരുന്നത്. ഈ ലേഹ്യങ്ങളും ഈ തൈലങ്ങളെല്ലാം ഉണ്ടാക്കിയതാണോ? ഇതെല്ലാം ഇവിടെ കാണുന്നതെല്ലാം എന്റെ പ്രോഡക്റ്റുകളാണ്. എല്ലാം ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ സകല, അത് ഞാൻ പറയുന്നത് ഏകദേശം 80-ൽ പരം വരുന്ന എല്ലാ പ്രോഡക്റ്റുകളും, ഈ കാണുന്നത് എല്ലാ പ്രോഡക്റ്റുകളും എന്റെ വക തന്നെയാണ്, ഞാൻ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ഗ്യാരണ്ടിയോടുകൂടെ ഞങ്ങൾ ഇത് കൊടുക്കുന്നത്. ഈ ഗുളിക എന്ന് പറഞ്ഞാൽ പല അൾസറിന്റെ ഈ പിന്നെ സർവാന്തര ക്യാപ്സോൾ എന്നാണ് പറയുന്നത്, സർവ്വരോഗത്തിന്റെയും ക്യാപ്സോൾ എന്നാണ് ഇത് പറയുന്നത്. പിന്നെ മലം നമുക്ക് എത്രത്തോളം മലം പോവാതിരിക്കുന്നു അതിനുള്ള പ്രത്യേകം ക്യാപ്സോളുകളുണ്ട്, അൾസറിന്റെ പ്രത്യേകം ക്യാപ്സോളുണ്ട്. അതിനൊന്നും പത്തിയൊന്നുമില്ല, അല്ല ആയുർവേദം നമ്മൾ നിർമ്മിക്കുന്നതാണ്. നമ്മൾ മനുഷ്യനെയാണ് നമ്മൾ ചികിത്സിക്കുന്നത്, ഞങ്ങൾ പാരമ്പര്യം, ഞങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നതാണ്. അപ്പൊ ആർക്കെങ്കിലും ഒരു പാട്ട് പോലും ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇനി സത്യം. അപ്പൊ അതുകൊണ്ട് മറ്റ് ജീരകം, ദശമൂലമൊക്കെ അത് കമ്പനിയുടെയാണ്. അത് ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല, അതിന് സർക്കാർ ഞങ്ങൾക്ക് അതിനുള്ള അനുവാദം ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല, തന്നിട്ടില്ല. അപ്പൊ അതിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. ഇത് നമുക്ക് മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കഴിക്കട്ടെ, ഇതിപ്പം സ്ഥിരമായിട്ട് കഴിച്ചിട്ട് അസുഖം മാറത്തുള്ളൂ, അല്ലാതെ പകുതി നിർത്തിയിട്ട് അസുഖം മാറുന്ന പറഞ്ഞാൽ നമ്മൾ ഒരു ഡോസ് മരുന്ന് അവരെ നാടിപ്രകാരം അവർ നോക്കിയിട്ട് അത് എത്ര ദിവസത്തിന് വേണം എന്ന് പറഞ്ഞാൽ അത് അത്രയും കഴിക്കുക, പൂർത്തീകരിക്കുക. അപ്പൊ പൂർത്തീകരിച്ച് ഇടയ്ക്ക് വെച്ച് നിർത്തി ഞാൻ ഉത്തരവാദിയല്ല. പൂർണ്ണമായി കഴിച്ചു കഴിഞ്ഞാൽ ഇത് മാറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പൊ അതിനൊരു സമാധാനം ഞങ്ങൾ അത് പറയും. പഥ്യമല്ല ഉണ്ടോ ഇതിന് വലിയ പഥ്യം എന്ന് പറയത്തക്കതൊന്നും തന്നെ ഇല്ല. അന്നത്തെ കാലത്ത് എല്ലാവരും പഥ്യമില്ലാത്ത മരുന്നിനാണ് പോകുന്നത്. ഉള്ളിനകത്ത് ഡിസ്ക് കംപ്ലൈന്റോ എണീക്കാൻ പറ്റാത്ത ബെറുവാദമോ കയ്യിലൊക്കെ വിറയൊക്കെ വന്നു കഴിഞ്ഞ് അതിന് കുറച്ച് പഥ്യം നോക്കേണ്ടി വരും. അല്ല ഇന്നിരിക്കുന്ന ഇത് ക്യാപ്സൂളിനോ ഇന്നിരിക്കുന്ന തൈലത്തിനോ ചെറിയ ലേഹ്യവും മറ്റു കാര്യങ്ങൾക്ക് ഒരു പഥ്യവുമില്ല. അപ്പൊ എല്ലാ അസുഖത്തിനും നമ്മൾ ചികിത്സ കൊടുക്കും അല്ലേ? സകല നമ്മൾ നോക്കിയെടുക്കുന്ന ചികിത്സ ഞങ്ങൾ പൂർണ്ണമായിട്ട് അത് മാറ്റി. ഓരോ മരുന്നിനും അതിന്റെ ഒരാഴ്ച, ഒരു 15 ദിവസത്തിനാണ് ഞങ്ങൾ മരുന്ന് കൊടുക്കുന്നത്. അപ്പൊ ആ 15 ദിവസത്തെ മരുന്ന് തന്നെ അവർ കഴിക്കുമ്പോൾ അവർക്ക് എനിക്ക് എത്രമാത്രം എന്റെ ബോഡിക്ക് മാറിയെന്ന് അവരാ പറയേണ്ടത്, ഞാനല്ല പറയേണ്ടത്. ഞാൻ മാറി എന്ന് ഞാൻ പറയുന്നത് അത്ര പോസ്റ്റ് പറയുന്ന അത്ര ശരിയാകാൻ. ഡയബറ്റിക്കിന്റെ പൊടി ഞങ്ങളെ ഭാഗത്തുണ്ട്. ഡയബറ്റിക് അമിതമായിരിക്കുന്ന വണ്ണം, അപ്പൊ അതില് അങ്ങനെയുള്ള എല്ലാ ഇതിലും. പിന്നെ കല്ലൂർ വെഞ്ചൂർണ എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ കല്ലിന്റെ അസുഖമുള്ളവർക്ക് ഓപ്പറേഷത്തിന്റെ ആവശ്യമില്ല, അതിന്റെ വെള്ളം ഇട്ട് കുടിച്ചാൽ മാത്രം മതി. അത് ഒരു കവർ പൊടി തന്നെ നമ്മൾ വാങ്ങി വെള്ളം ഇട്ട് കുടിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം മാറിയുണ്ടെന്ന് അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മാസങ്ങളുണ്ട്, വർഷങ്ങളുണ്ട് അവർ കാത്തിരിക്കേണ്ട കാര്യമല്ല. ഒരാഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസം. ഈ 10 ദിവസം നമ്മൾ ഞങ്ങളിപ്പോൾ 100-200 രൂപ മുടക്കി ഇതിന് എന്താണ് ഇതിന്റെ മാറ്റം എനിക്കുണ്ടെന്ന് അവർ തന്നെ മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് നീങ്ങും. എത്രയേ ഉള്ളൂ. ശരി. അപ്പം എല്ലാതരം മരുന്നുകളും ഉണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നമ്പർ ഒന്ന് കോൺടാക്ട് അല്ലേ? ജസ്റ്റ് നിങ്ങൾ വന്ന് കണ്ടാല് നാടി നോക്കിയിട്ട് പറയും അല്ലേ? എല്ലാം ഉണ്ട്, എല്ലാതരം നമ്മുടെ റിക്വസ്റ്റിന്റെ സംഭവം, എല്ലാത്തിനും സംഭവമായിട്ടുള്ള എല്ലാ മരുന്നുകളും ഇവിടെ ഉണ്ട്. അപ്പം വരിക, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് ഒരു കളവ് സംഭവം ഒന്നുമില്ല. നിങ്ങളെ പൈസ, നിങ്ങൾ അസുഖം മാറിയില്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് നിങ്ങൾ തരുന്നതായിരിക്കും. 100% ഗ്യാരണ്ടി. അത് എന്റെയും ഗ്യാരണ്ടിയാണ്. കാരണം എന്റെ അച്ഛനും ഇവിടുന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ നല്ല മാറ്റമുണ്ട്. ഞാൻ വീഡിയോ ഞാൻ കാണിച്ചു തരാം. എല്ലാത്തരം മരുന്നുകളുണ്ട്. എല്ലാം അത് കുറെ മരുന്നുകൾ ഇവിടെ ഉണ്ടാക്കുന്നത്, പിന്നെ കുറച്ചായിട്ട് മാത്രം പുറത്തു നിന്നും വാങ്ങിക്കുന്നത് അല്ലേ? അരിഷ്ടം മാത്രമേ പുറത്തുള്ളൂ. അരിഷ്ടം മാത്രമേ പുറത്ത് വാങ്ങിക്കുന്നുള്ളൂ. കമ്പനിയുടെ അവരുടെ ലൈസൻസ് പ്രകാരമുള്ളതാണ് നമ്മൾ അത് ഉണ്ടാക്കുന്നത്. ശരി. അപ്പൊ നമ്മൾ ഈ ചവിട്ട് തിരുമ്പഴേ എന്ത് ഗുണം എന്നുള്ളത്
ഇത് എല്ലാ ഞരമ്പുകൾക്കും പ്രവർത്തന ശേഷി ആരംഭിക്കും. ഈ അകത്ത് മടങ്ങിയിരിക്കുന്നില്ല ഞരമ്പ്, അതിനെല്ലാം പ്രവർത്തന ശേഷി ആരംഭിക്കും. പിന്നെ അത് പോയിട്ട് നമ്മളെ ജീവിതത്തിൽ ഒടുവോ ചതവോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അത് മാറില്ല. ആ രക്തം അവിടെ കട്ടി കിടക്കും. അപ്പൊ ഈ നമ്മൾ ഈ ചവിട്ടുന്ന സമയത്താണ് ആ വേദനകളെല്ലാം ആ രക്തം മലിഞ്ഞ് മാംസത്തിൽ കൂടെ വേർപ്പിൽ കൂടെ അങ്ങ് മാറുന്നത്. പിന്നെ അത് കഴിച്ചു പോയിട്ട് നമുക്ക് വീഴ്ചയിൽ എല്ലിങ്ങനെ തള്ളി ഇങ്ങനെ മുകളിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തടവില് അതേ പാകത്തേക്ക് ചവിട്ടി അങ്ങ് വിടാം. എവിടെ നിന്നാണ് വന്നത് ആ ഭാഗത്തേക്ക് ഇത് കറക്റ്റ് ആയിട്ട് പാസ് ചെയ്ത് പോകും. അത് നമുക്ക് അറിയാൻ കഴിയും. അത് നമ്മൾ എത്ര ഇല്ലാക്കിയാലും വന്നിരുന്നാലും അവർക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മളിത് ഇത്തിരി രണ്ട് ഭാഗത്ത് എല്ല് വീങ്ങിയിട്ടിരിക്കുന്ന ആളിനെ നമ്മൾ തടവണം. ആ ഒരു 10 വർഷം തടവി നമ്മൾ നോക്കണം എത്ര മതം താഴ്ന്നു വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെ തടവുന്ന എല്ല് തള്ളിയിരിക്കുകയല്ലേ, അത് ചവിട്ടുമ്പോ വേദന ഉണ്ടാവൂലേ എന്നൊക്കെയാണ് അവിടെ വാരം. കാരണം ഇത് കാല് അടുത്ത് വെക്കുമ്പോ തന്നെ ഒരു മനുഷ്യന് അവരനുഭവിക്കാത്ത സുഖം നമ്മൾ അനുഭവിക്കുകയാണ്. ഞാൻ തടവുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നല്ല ഇതല്ലേ? അതാണ് അത്. ഇത് ചെയ്യുന്ന തൊഴിലിന് അതിന് ആത്മാർത്ഥതയുണ്ട്. അതിന് എല്ലാത്തിനും സഹായം നമ്മളെ ഈശ്വരൻ നമ്മളെ കൂടെ ഉണ്ട്. നമ്മുടെ ദൈവേ നമ്മളെ കൂടെ ഉണ്ട്. ദൈവം നമ്മളല്ല സൗഖ്യം കൊടുക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ ലോകത്തിനകത്ത് പാർശ്വഫലങ്ങളില്ലാത്ത ഫലമുണ്ടെങ്കിൽ മരുന്നുണ്ടെങ്കിൽ അത് ഈ അങ്ങാടി പച്ച മരുന്നുകൾ മാത്രമാണ്, ആയുർവേദ മരുന്നുകളാണ്. അതിനുള്ള എല്ലാ സൈഡ് എഫക്റ്റുള്ള മരുന്നുകളാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇത് ചെയ്യാം. മരുന്ന് കഴിച്ച് എടുത്തു കഴിഞ്ഞാൽ സത്യം പറയണമെങ്കിൽ ഇതിന് മരണമില്ലെന്നാണ് പറയുന്നത്. മരണമില്ലെന്നാണ്. കാരണം നമ്മൾ ഓരോ അതിനുള്ള എന്തെല്ലാം മരുന്നുണ്ട്. പക്ഷെ ആൾക്കാരും ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് പെട്ടെന്ന് അസുഖം ഭേദമാവണം. പെട്ടെന്ന് അതെ അവര് പെട്ടെന്ന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ആശുപത്രി പെട്ടെന്ന് ഷടം അവർക്ക് അത് മാറ്റം ഉണ്ടാവണം. ഇത് അല്പം ഒന്ന് 2 ദിവസം കഴിഞ്ഞ് ഇത് പിടിക്കും. പക്ഷെ മാറിയത് തന്നെയാണ്. പിന്നെ ഒരിക്കലും ആ രോഗം. ഞങ്ങൾ 40 വർഷം കൊണ്ട് പാരമ്പര്യമായി ചെയ്തു വരുന്ന ഞങ്ങളുടെ സംഘടന പുരസ്കാര അവാർഡ് എനിക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പോയിട്ട് 25 വർഷം കൊണ്ട് ഞാൻ ഈ രംഗത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് എനിക്ക് അവിടെ നിന്നും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞാൻ കേരള സിദ്ധ വൈദ്യത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. എൻ്റെ പേര് മോഹനാണ്. ഞാൻ താമസിക്കുന്നത് നെയ്യാറ്റിൻകരയാണ്. ഞാൻ താമസിക്കുന്നത് പാരമ്പര്യമായ ചികിത്സ എന്ന ഈ രംഗത്ത് 40 വർഷം കൊണ്ട് ഈ രംഗത്ത് ഞാൻ പ്രവർത്തിച്ചു വരുന്നു. ഞങ്ങളിലുള്ള സകല ഒരു മനുഷ്യനുള്ള രോഗത്തിൻ്റെ പ്രോഡക്റ്റുകൾ എൻ്റെ കൈവശമുണ്ട്. അത് വാസ്തവത്തിൽ ഞങ്ങൾക്ക് എന്ത് രോഗമാണ് ആ രോഗത്തിന് അനുസരിച്ച് നാടി നോക്കി അവരുടെ രോഗത്തിന് പൂർണ്ണമായ നിലയിലുള്ള ആ രോഗം ഭേദമാക്കുകയും ആ രോഗം മാറിയില്ല എങ്കിൽ അവർക്ക് ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. കാരണം കേരള സിദ്ധ വൈദ്യത്തിന് പോഷ്ക്ക് പറയുന്നതല്ല, ഞങ്ങൾക്ക് ആരുടെയും 1 രൂപയുടെ ആവശ്യമില്ല. എന്നാൽ ഒരു രാസനാദിപ്പൊടി തന്നെ 30 രൂപയാണ് രാസനാദിപ്പൊടി. അത് വാങ്ങി നിങ്ങളുടെ അല്ലെങ്കിൽ നെറുകയിൽ ഉച്ചി തേച്ച് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ഫലമില്ല എങ്കിൽ ഞാൻ 30 രൂപ തിരിച്ചു തരും. കാരണം ഇന്നിരിക്കുന്ന നിലയിലുള്ള എൻ്റെ ഈ കാണുന്ന ഏകദേശം വരുന്ന 80-ൽ പരം വരുന്ന പ്രോഡക്റ്റുകളാണ് ഞാനിപ്പോൾ താൽക്കാലികമായ നിലയിൽ ഈ പ്രോഡക്റ്റുകൾ ഉണ്ടായിരിക്കുന്ന സിദ്ധാതി കേരത്തൈലം മുടി വളരാനുള്ളതാണ്. എന്നൊരു കഷണ്ടിക്ക് സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ധാതുകുട്ടി ലേഖ്യമുണ്ട്, തെങ്ങൻ പൂക്കുലാതി ലേഖ്യമുണ്ട്, അഗസ്താ രസായനം വിട്ടുമാറാത്ത ശ്വാസം മുട്ടൽ, പിന്നെ ഗന്ധപാല തൈലം എന്ന് പറഞ്ഞാൽ അതിന് സോറിയാസിസിന് എത്ര പഴക്കമുണ്ടെങ്കിലും നമുക്ക് ഉള്ളിൽ മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല. ഞാൻ തരുന്ന ആ തൈലം നിങ്ങൾ പുരട്ടിയാൽ മതി. അതിന് കുറവില്ല എങ്കിൽ പറഞ്ഞാൽ അതിന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് പരിഹാരം കാണും. അടുത്ത് മുട്ടു തേയ്മാനത്തിൻ്റെ മുക്കൂട്ടാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ കണക്ക് 3 പ്രോഡക്റ്റുകളാണ് അതിനകത്ത് ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഒന്ന് തൈലം, ഒന്ന് അതിൽ 5 ഗ്രാം പൊടി വെച്ച് കഴിക്കണം, പിന്നെ 2 ക്യാപ്സൂളും. ഇതും ഞങ്ങൾ തയ്യാറാക്കുന്നത് തന്നെയാണ്. അടുത്ത് വെരിക്കോസിൻ്റെ തൈലം, അത് ഞങ്ങളിവിടെ ഉൽപ്പാദിക്കുന്നതാണ്. 40 കേരം, കായ്ത്തിരുമേനി, എത്ര വിട്ടുമാറാത്ത തലവേദനയും ഉറക്കമില്ലായ്മ, മാനസികമായിരിക്കുന്ന അവസ്ഥ, അതിനൊന്നും ഒരു ഗുളിക ഒരു മരുന്നും അതിനുള്ളിൽ കഴിക്കേണ്ട കാര്യമില്ല. കണ്ടത്തിന് മുകളിൽ വരുന്ന ഏത് അസുഖത്തെയും അത് നമുക്ക് ഈ കായ്ത്തിരുമേനി എണ്ണയിൽ നിന്ന് മാറിക്കിട്ടാൻ കഴിയും. പിന്നെ പ്രസവ സംബന്ധമായിരിക്കുന്ന എല്ലാ കിറ്റുകളും ഇവിടെ നമ്മൾ തയ്യാറാക്കുന്നു. അതിൽ വരുന്ന പ്രസവത്തിലേക്ക് വരുന്ന കുറിഞ്ഞുകുഴമ്പ് ലേഹ്യം, ആനൂന്തരക്കുഴമ്പ്, ഏറ്റുമരുന്ന് പൊടി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. പിന്നെ കുട്ടൻ ചുക്കാതി, വാദസംബന്ധമായിരിക്കുന്ന കരിപ്പ്, പെരുപ്പ്, നീര്, കിഴപ്പ്, ഇതൊക്കെയും കുട്ടൻ ചുക്കാതി തൈലം ഇതിനകത്തുണ്ട്. മഞ്ചിഷ്ടാതി, അത് ത്വക്ക് സംബന്ധമായിരിക്കുന്ന നിലയിലുള്ള ചൊറി, ചുക്കൊക്കെ വരുന്ന അതിനാണ്. അടുത്ത തലയിൽ എത്ര പൊറ്റു പിടിച്ചിരുന്ന പേന് മാറ്റാൻ കഴിവുള്ളതാണ് ദിനേശവില്ലാതി തൈലം.
പിന്നെ സന്ധിവേദന, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്തെല്ലാം സന്ധിവേദന അനുഭവിക്കാനുള്ള ഇടയുണ്ട്. അതിന് സഹചരാതി തൈലം ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ ആമവാദം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഞാൻ ഒരു ദിവസം കഴിയുന്തോറും കൈ കുറി വരുന്ന ഒരു അനുഭവമാണ്. അത് ഞങ്ങൾ കഷായം കൊടുക്കും. താൽക്കാലികമായ നിലയിൽ ഇതിനകത്ത് സിദ്ധവാതാസിനി തൈലം എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അതിന് പുറമെയാണ് ചങ്കുഷ്പത്തിൻ്റെ തൈലം. നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് ചൊറിച്ചിൽ, വളരെ ആഴമേറിയ മുറിവുകളുണ്ടെങ്കിലും അത് നമുക്ക് ഈ ചങ്കുഷ്പത്തിൻ്റെ എണ്ണ, ഞങ്ങൾ തയ്യാറാക്കുന്ന ആ ചങ്കുഷ്പത്തിൻ്റെ എണ്ണ അതിന് തരുമ്പോൾ തന്നെ നമുക്കത് മാറാൻ കഴിയും. അതിൽ പോയിട്ട് പിന്നെ മുഖക്കാന്തി ചൂർണ്ണം, മുഖത്തുണ്ടാകുന്ന എത്ര കറുത്ത പാടുകളായിരുന്നാലും അത് പൂർണ്ണമായിട്ട് അത് നിലയിൽ അത് മാറ്റാൻ കഴിഞ്ഞു. പല പല പ്രോഡക്റ്റ് നമുക്ക് എന്തൊക്കെ രോഗമുണ്ടോ അതിനനുസരിച്ചുള്ള ഇങ്ങനെ അൾസർ, കുടൽപുണ്ണ്, അപ്പം ഇങ്ങനെ പൾസിൻ്റെ ഇങ്ങനെയുള്ള എല്ലാ കൂഷ്മാണ്ടി ലേഖ്യം അല്ലെങ്കിൽ കാട്ടുചേന ലേഖ്യം, എന്താണ് പിന്നെ മുറിവെണ്ണ, അശമെണ്ണ, ഇങ്ങനെയുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഞങ്ങളുടെ കൈവശമുണ്ട്. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇതിലേക്ക് സമീപിക്കാം. നിങ്ങളുടെ ഒരു രൂപയും അത് അസാധല്ല. ഞാൻ 100% ഉറപ്പ് തരുന്നത് മാത്രമല്ല, ഞാൻ GST അടയ്ക്കുന്ന ഒരാളാണ്. ഞാൻ ആയുർവേദ കോളേജിൻ്റെ തൊട്ടടുത്ത് അവിടെയാണ് ഞാൻ ഇരിക്കുന്നത്. അവിടെ നിന്ന് അത് പോയിട്ട് ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ഫുഡിങ് സർട്ടിഫിക്കറ്റ്, കാരണം ഇത് ഉണ്ടാക്കാനുള്ള ഓർഡർ എനിക്ക് അവിടെ തന്നിട്ടുണ്ട്. ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് അവിടെ തന്നിട്ടുണ്ട്. പോയിട്ട് പിന്നെ പർച്ചേസ് ചെയ്യാനുള്ള ആ സർട്ടിഫിക്കറ്റും ഞാൻ സർക്കാരിൽ നിന്ന് എനിക്ക് തന്നിട്ടുണ്ട്. അത് പോയിട്ട് നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റ്, ഈ പറഞ്ഞ കണക്ക് നമുക്ക് തൊഴിൽ മേഖലയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ 40 വർഷം കൊണ്ട് പാരമ്പര്യമായി ചെയ്തു വരുന്ന ഞങ്ങളുടെ സംഘടനയുടെ പുരസ്കാര അവാർഡ് എനിക്ക് അതിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പോയിട്ട് 25 വർഷം കൊണ്ട് ഞാൻ ഈ രംഗത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് എനിക്ക് അവിടെ നിന്നും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് ആണ് എൻ്റെ പഠന സർട്ടിഫിക്കറ്റ്. അടുത്ത ബാലരാമപുരം പഞ്ചായത്തിൽ നിന്നും പ്രസിഡൻറ്റിൽ നിന്നും ഞാൻ വാങ്ങിയ 40 വർഷം കൊണ്ട് ഈ രംഗത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അത് ഞങ്ങളെ ബാലരാമപുരം ഷീല മുമ്പർ അവരുടെ പരിധിയിൽപ്പെട്ടതാണ്. ഞാൻ അവിടെ താമസിക്കുന്ന അവരുടെ അനുവാദത്തോടുകൂടിയുള്ള സാക്ഷ്യപ്പെടുത്താൻ കേരള സിദ്ധ വൈദ്യം എന്ന് പറയുന്ന അവരുടെ ഞങ്ങളെ വീട്ടിനടുത്തുള്ള അവരുടെ സാക്ഷ്യപ്പെടുത്തിയ ഇതാണ്. ഇത് വന്ന ഉപ്പഴാമ്പൂട് പാലത്തിൻ്റെ അവിടെ നിന്നും ആയുർവേദ കോളേജിൽ നിന്നും ഞാൻ ഇപ്പോൾ നടത്തുന്ന കടയുടെ A ക്ലാസ്, തിരുവനന്തപുരത്തിൻ്റെ A ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ്. എല്ലാ നിയമ നടപടിയോടുകൂടിയാണ് ഈ കാര്യം ഞങ്ങൾ ചെയ്യുന്നത്. ആയുർവേദത്തിന് പാർശ്വഫലങ്ങൾ ഒന്നും തന്നെയില്ല. നമുക്ക് ഒരു ആയുർവേദ മരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ ഈ ലോകത്ത് സൈഡ് എഫക്റ്റ് ഇല്ലാത്തതുണ്ടെങ്കിൽ ആയുർവേദം അത് ആയുസ്സിനെയും മനസ്സിനെയും ആരോഗ്യത്തെയും ഒന്നുപോലെ പ്രാധാന്യം ചെയ്യുന്നു. സിദ്ധം ആയുസ്സിൻ്റെ ഉറവകളാണ്. ഇന്ന് ആധുനികമായിരിക്കുന്ന സംവിധാനത്തിൽ കൂടെ അനവധി ചികിത്സകൾ ലഭ്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ ആ ചികിത്സ നിങ്ങൾക്ക് മാറിയെങ്കിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, അത് മറ്റു രോഗത്തിലേക്ക് കാരണമാക്കും. അതുകൊണ്ട് ഇത് 100% നമുക്ക് ഒരുപക്ഷെ ഈ ആയുർവേദം കഴിച്ച് നിങ്ങൾക്ക് രോഗം മാറിയില്ലെങ്കിൽ തന്നെയും, പക്ഷെ നമുക്ക് സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞ സാധനമില്ല. മാറിയില്ല എങ്കിൽ ക്യാഷ് ഞാൻ പറയുന്നതാണ്. നമുക്ക് സൈഡിന് നമ്മുടെ ബോഡിക്ക് ഒരു പ്രോബ്ലം ഇല്ല. ഇത് 100% ആയുർവേദത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. നന്ദി, നമസ്കാരം. Okay, bye bye.